എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ സത്യഭാമ ചേച്ചിനെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആരും മറന്നു പോകാൻ ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സമയത്ത് ചേച്ചി എയറിലായിരുന്നു എന്ന് തന്നെ പറയാം. വീണ്ടും എയറിലാവാൻ വേണ്ടി പുള്ളിക്കാരി ഫേസ്ബുക്കിൽ ഒരു വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നടി സ്നേഹയ്ക്കെതിരെയാണ് ഇപ്പോൾ ഭീഷണിയും അതുപോലെ തന്നെ ബോഡി ഷെയ്മിങ്ങും ഒക്കെ ആയിട്ടാണ് കലാമണ്ഡലം സത്യഭാമ രംഗത്ത് വന്നിരിക്കുന്നത്. പിണ്ടോദരി മോള എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു വിധത്തിൽ നർത്തകൻ RLV രാമകൃഷ്ണനെതിരെ നടത്തിയ ജാതി അധിക്ഷേപത്തിന് പിന്നാലെ നടി സ്നേഹ ശ്രീകുമാറിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളുമായിട്ടാണ് കലാമണ്ഡലം സത്യഭാമ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മുൻപ് രാമകൃഷ്ണനെതിരെയുള്ള സത്യഭാമയുടെ വിദ്വേഷ പരാമർശങ്ങളെ സ്നേഹ വിമർശിച്ചിരുന്നു. ഇതിനുള്ള മറുപടി എന്നോണമാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലാണ് സ്നേഹയുടെ ശാരീരിക പ്രത്യേകതകളെയും കുടുംബത്തെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് സത്യഭാമ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പിണ്ടോദരി മോളെ എന്ന് സ്നേഹയെ വിശേഷിപ്പിച്ച സത്യഭാമ സ്നേഹയുടെ ഭർത്താവ് ശ്രീകുമാർ കേസിൽപ്പെട്ടതിനെ പരിഹസിക്കുകയും പൊതുവേദിയിൽ വെച്ച് കാണുമ്പോൾ ഇതിന് മറുപടി നൽകുമെന്നും വീഡിയോയിൽ ഭീഷണി മുഴക്കുന്നുണ്ട്. സ്നേഹ മറിമായം എന്ന പരിപാടിയിൽ അഭിനയിക്കുന്നത് കഞ്ഞി കുടിച്ച് ജീവിക്കാനാണെന്നും സ്നേഹ പഠിച്ച ഓട്ടം തുള്ളൽ എന്ന കലയെയും സത്യഭാമ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നുണ്ട്. സ്നേഹയുടെയോ രാമകൃഷ്ണൻ്റെയോ പേര് സത്യഭാമ പരാമർശിച്ചിട്ടില്ലെങ്കിലും ഫേസ്ബുക്ക് വീഡിയോയിൽ സ്നേഹയുടെ ചിത്രം സത്യഭാമ പങ്കുവച്ചിട്ടുണ്ട്. പിണ്ടോദരി മോളെ, നിന്നെ ഏതേലും പൊതുവേദിയിൽ വെച്ച് ഞാൻ കാണും. അന്നു നീ എൻ്റെ ഭർത്താവ് പെണ്ണ് കേസിൽ പെട്ടതിനേക്കാൾ കൂടുതൽ വിഷമിക്കും. എനിക്കെതിരെ നീ ഇട്ട വീഡിയോ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തൽക്കാലം ഇതിരിക്കട്ടെ. വീഡിയോ പങ്കുവെച്ച് സത്യഭാമ കുറിച്ചു. ഞാൻ കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടതായി എല്ലാവർക്കും അറിയാമല്ലോ. ഇത് വിവാദമായി നിങ്ങൾക്ക് തോന്നിയെങ്കിലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതിൻ്റെ സത്യാവസ്ഥകൾ ഞാൻ ലൈവിൽ വന്നു പറയും. പക്ഷേ ആ സമയത്ത് എന്നെ വേദനിപ്പിച്ച ചിലരുണ്ട്. എൻ്റെ ബന്ധുക്കൾക്ക് എന്നെ പബ്ലിക്കായി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം മാധ്യമങ്ങൾ അവരെയും വളയും. എങ്കിൽ എൻ്റെ ബന്ധുക്കൾ എല്ലാവരെയും എന്നെ വിളിച്ച് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈശ്വരാധീനം ഉള്ള കലയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവങ്ങൾ എൻ്റെ കൂടെ നിന്നു എന്നൊക്കെ സത്യഭാമ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സത്യഭാമ മറ്റ് കലകളെ എന്തിനാണ് ഇത്രയും അധിക്ഷേപിച്ച് സംസാരിക്കുന്നത്? അത് മാത്രമല്ല, സത്യഭാമ എന്ന് പറയുന്ന കലാകാരിക്ക് ഒരു വിചാരമുണ്ട്. പുള്ളിക്കാരി എല്ലാം തികഞ്ഞ് ഈശ്വരൻ ഇങ്ങോട്ട് താഴേക്ക് വിട്ടതാണ്. ബാക്കിയുള്ളവർക്കൊന്നും സൗന്ദര്യമില്ല, അവർ കറുത്തതാണ്, വെളുത്തതാണ് എന്നൊക്കെ ബാക്കിയുള്ളവരെ എല്ലാവരെയും അവരുടെയൊക്കെ അവിടെ ചാടിക്കിടക്കുന്നു, ഇവിടെ ചാടിക്കിടക്കുന്നു എന്നൊക്കെ രീതിയിൽ വളരെ അധിക്ഷേപിച്ചുള്ള പോസ്റ്റുകളും കാര്യങ്ങളാണ് പുള്ളിക്കാരി ഇടുന്നത്. നമ്മൾ ഒരു വിധത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മളുണ്ടോ എന്ന് പോലും നമ്മുടെ സൗന്ദര്യം കാണുമ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യമാണ് എന്ന് വല്ലപ്പോഴുമൊക്കെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ഏതായാലും വീഡിയോയും ഞാൻ ഇതിൻ്റെ കൂടെ പങ്കുവച്ചേക്കാം. ഇവരുടെ സംസാരവും ഇവരുടെ സ്വഭാവവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ടോ? ഏതായാലും കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കലാമണ്ഡലത്തിൽ ഓട്ടംതുള്ളിൽ പഠിച്ച ഒരുത്തി. ഇവള് ഓട്ടംതുള്ളലാണ്. എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പിന്നീടാണ് അതറിഞ്ഞത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം. മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ, അതെല്ലാവരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസൊക്കെ നടന്ന നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കുന്നത്. അതായത് മണികണ്ഠൻ അസാധ്യ കലാകാരനാണ്. നിയാസ് അസാധ്യ, അബൂബക്കറുടെ മകൻ നിയാസ് അസാധ്യ കലാകാരനാണ്. പിന്നെ ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നല്ല മർമ്മ സംസാരിക്കുന്ന ഭയങ്കര ആർട്ടിസ്റ്റാണ്. പിന്നെ അതിലെ 3-4 പേരുണ്ട്. എല്ലാവരുടെ പേരും എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി, അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി. അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഊത്ത കവളും ആകപ്പാടെ ഉരുണ്ടു പുരണ്ടിരിക്കുന്ന ഒരുത്തി. ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്താ അറിയോ? അതായത് ഈ സ്ത്രീ, ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ടുണ്ട് അടി അതിന്, നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട്. ഇതെല്ലാം എൻ്റെ ഫോണിലുണ്ട് കേട്ടാ. നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നുള്ള നീ വിചാരിച്ചില്ല അല്ലേ? വിചാരിച്ചാ? നീ ഇത് കേൾക്കണം. അതിന് തന്നെയാണ് ഞാൻ പറയണത്. ഈ സ്ത്രീ എനിക്ക് കേസുള്ള എൻ്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാ. എന്തു പറ്റി കളിക്കാൻ? കളിക്കാൻ പാടില്ലാത്ത? നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടം തുള്ളലെടുത്തേ? എന്നിട്ട് നീ എന്തെന്ന് തുള്ളിക്കൊണ്ട് നടക്കണം? ഇപ്പോൾ നീ ഓട്ടം തുള്ളലാണോ തുള്ളുന്നേ?